ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള സിജോയുടെ കല്യാണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് വൈഫായിട്ടുള്ള സ്നേഹ, പിന്നെ പറയാനുള്ള കാര്യമാണെങ്കിൽ നോറ, ഇത്രയും പേരുടെ കാര്യവും പിന്നെ OC-യിലേക്കാണ് വരുന്നത്. ദിയ കൃഷ്ണകുമാറിൻ്റെ മകൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കണ്ടൊരു കാര്യമാണ്, ഒരുപാട് നോറയെ വിമർശിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ സിജോയുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണെന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടേതും. അപ്പോൾ എത്ര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനു മുന്നേ എന്ത് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ അവരുടെ ഡ്രസ്സ്, അവരുടെ ബാക്കി കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയിലേക്ക് കേക്ക് കൊണ്ടുവന്ന് മുഖത്ത് തേക്കുക, ഡ്രസ്സിൽ തേക്കുക, അങ്ങനെ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ ദിയ കൃഷ്ണ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാരെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ചെയ്തത് മോശം പരിപാടിയാണ്, എൻ്റെയും കല്യാണം കഴിഞ്ഞതാണ്, അപ്പം എൻ്റെ പുരുഷനോടാണ് ഇങ്ങനെ ഇത്തരത്തിൽ പെരുമാറിയതെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കേക്ക് തിന്നെ അവളോ അവനോ ഉണ്ടാവത്തില്ല, അങ്ങനെ ഒരു കാര്യത്തിലാണ് അവർ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞത്. അതിനോട് ഒരുപാട് പേര് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ്. അത് എനിക്കും തോന്നിയൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നത്. കാരണം നമുക്ക് കോമൺ സെൻസ് വേണം. അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. നമുക്ക് സിജോയായിട്ട് ഇപ്പം നോറയ്ക്ക് സിജോയായിട്ട് ഭയങ്കര അടുപ്പമുണ്ടെങ്കിലും ആ പെൺകുട്ടിയുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. കാണുന്ന ഇത്രയും പേരുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അവർ പിന്നെ ആ ഡ്രസ്സ് മാറി വരിക, അവരുടെ കുറേ പേര് ഈ പറയുന്ന കൺഗ്രാറ്റ്സ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണം. അതിൻ്റെ ഒരു സമയം നഷ്ടം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാൻ പറ്റൂ. ഇത് OC ഏറ്റവും നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത്. അവിടെ അതിനിടയിൽ വെച്ചിട്ട് സിജോയുടെ വൈഫും ഈ പറയുന്ന ഫ്രഞ്ച് കിസ് അടിക്കുന്നതായിട്ടുള്ള ഒരു സീൻസ് വരുന്നുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടായിരുന്നു. അതിന് താഴെ നിനക്കൊക്കെ അമ്മയുടെ അപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ടാണോ നിനക്കൊക്കെ ഇത് കാണിക്കാൻ തോന്നിയത്, നീയൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ വൃത്തികെട്ട തരത്തിൽ, അല്ലെങ്കിൽ അശ്ലീലമായിട്ടുണ്ട്, നെഗറ്റീവ് മാത്രമുള്ള കുറേ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ള രീതിക്ക് സംസാരിച്ചവരുമുണ്ട്. ഇതിലേക്കൊന്നുമല്ല ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഒരു ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ ഈ പറയുന്നതാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ പലരുമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുറേ എണ്ണങ്ങളെന്ന് പറയുന്നത്. അവർ തന്നെയായിട്ട് ഇവിടെ വന്നിരുന്ന് വിമർശിക്കുന്നതെന്ന് പറയുന്ന മറ്റൊരു കാര്യം. നല്ല രീതിക്ക് പറയുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിക്ക് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഇതിനകത്ത് ഞാൻ പറയുന്നതിൻ്റെ സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ചാണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം നമുക്കറിയാം. സ്നേഹയ്ക്ക് ഓൾറെഡി ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് നല്ല രീതിക്ക് പൊക്കം തോന്നും. അപ്പം സായി കൃഷ്ണ അത്യാവശ്യമായിട്ട് സീക്രട്ട് ഏജൻറ്റ് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരുടെ കൂടെ ജാസ്മിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചെറിയ രീതിക്ക് ഈ പറയുന്ന ഹൈറ്റ് ഇല്ലാത്തതല്ല, അതിൽ നിന്ന് ചെറുതായിട്ട് തോന്നും എന്നൊരു സംഭവം. ബാക്കി എല്ലാവരും നോർമലായിട്ട് നിൽക്കുമ്പോൾ ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്. അപ്പം സ്നേഹ ഈ ഹൈറ്റ് ചെരുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ലെവൽ മാറ്റം തോന്നും, ഹൈറ്റിൻ്റേതായിട്ടുള്ള ഒരു സംഭവം. അത് ഭയങ്കര വലിയ രീതിക്കൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവരും ഇതേ ഒരു സംഭവം നടക്കുകയുണ്ടായി, ഒരു ഫ്രഞ്ച് കീസിൻ്റെ സംഭവം. ഇത് ഇപ്പോഴൊന്നുമല്ല നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേ ഇവരുടെ ഈ ഒരു സീൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ ഇത്രയും നാൾ കാണാതിരുന്നതിന് ശേഷം പെട്ടെന്ന് സ്നേഹയുടെ എൻട്രി വരുന്ന സമയത്ത് ഇത് തന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് അന്നും ചെയ്തതെന്ന് പറഞ്ഞത്. അന്ന് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത്, ഇതിനെക്കഴിയും നെഗറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷേ പോസിറ്റീവ് വശങ്ങളായിരുന്നു. ഒരുപാട് നാൾ കാണാതിരിക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ വൃത്തിയിട്ട രീതിക്ക് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും പൊക്കത്തിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് വൃത്തികെട്ട കമൻറ്റുകൾ ഇട്ടു എന്നതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു യൂട്യൂബ് ചാനൽ പയ്യൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനൊരു സംഭവം കാണുന്നതെന്ന് പറയുന്നത്. ഞാൻ കണ്ടത് ഈ പറയുന്ന കേക്കിൻ്റെത് മാത്രമാണ്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ്, അല്ലെങ്കിൽ അത് തെളിവ് സഹിതം എടുത്ത് കാണിക്കുന്ന സമയത്താണ് ഞാനത് കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര വൾഗറായിട്ട് തോന്നി, അത് ഭയങ്കര വൃത്തികെട്ട രീതിക്കായിട്ട് തോന്നി. സ്വാഭാവികമായിട്ടും അതിനകത്ത് കുള്ളൻ എന്നുള്ള രീതിക്ക് സായി കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവിടെ ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഈ ഇടയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നിയമം പോലെ, അല്ലെങ്കിൽ ഒരു ഉത്തരവ് പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഡിസബിലിറ്റീസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വൈകല്യങ്ങളെ കളിയാക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കാര്യമാണ്. അത് കേസിലേക്കൊക്കെ പോകാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം അത്രയും കേസിലേക്ക് പോകാന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു വിവേകം, ബോധമുള്ളവർ അത്തരത്തിലുള്ള വിളിയൊന്നും. കാരണം കുള്ളന്മാർ എന്ന് വിളിക്കുന്ന ആൾക്കാരെ ഏത് അർത്ഥതലത്തിലേക്കാണ്, പൊക്കമില്ലാത്ത ഏറ്റവും താഴ്ന്ന പൊക്കം മാത്രമുള്ള ആൾക്കാരെ വേറൊരു രീതിക്ക് കളിയാക്കുന്ന തരത്തിലേക്ക് വിളിക്കുന്നൊരു അത്രയും മോശപ്പെട്ട വാക്ക് തന്നെയായിട്ടാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് അത്രയും അതിന് ഈ പറയുന്ന OC അല്ലെങ്കിൽ ദിയ കൃഷ്ണ വന്നിട്ട് ചിരിച്ചുകൊണ്ടുള്ളൊരു ഒരു സ്മൈലി സംഭവം, ഇമോജീസൊക്കെ ഇടുവാണ്.
ആ ഇടുന്ന സമയത്താണ് എനിക്കിതിൻ്റെ 2 തരത്തിലുള്ള വൈരുദ്ധ്യം തോന്നിയെന്ന് പറയുന്നത്. ആദ്യത്തെ ടൈമിൽ അവർ ഈ പറയുന്ന അതേ രീതിക്ക് തന്നെ സ്വന്തം ഭർത്താവ് അവരെന്നുള്ള രീതിക്ക് തന്നെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു, ഈ പറയുന്ന സിജോയുടെ സ്ഥാനത്ത് ഞാൻ, ഈ പറയുന്ന എൻ്റെ ഭർത്താവും ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഞാനുമായിരുന്നെങ്കിൽ, മറ്റൊരാൾ വന്ന് ഇത്തരത്തിൽ കേക്ക് കഴിച്ചിരുന്നെങ്കിൽ എനിക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനൊരു സംഭവത്തിലൂടെ അവർ പോസിറ്റീവ് വൈബാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ അവർക്ക് അതേപോലെ തന്നെ അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ കഴിയണ്ടേ? ഇവിടെ ഇപ്പം സായി കൃഷ്ണയും സായി കൃഷ്ണൻ്റെ വൈഫും, അപ്പോൾ അതേ സ്ഥാനത്ത് തന്നെയല്ലേ തിരിച്ച് ദിയെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിലപ്പുറത്തേക്ക് അയാളെ കുള്ളനെന്ന് വിളിക്കുന്ന സമയത്ത് നീ ഈ കുള്ളനെ ഈ പറയുന്ന കിസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ വൃത്തിയിട്ട രീതിക്ക് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ താഴെ വന്നിട്ടാണ് ചിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ട് അങ്ങനൊരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വിവരവും വിവേകത്തോടെ ആദ്യത്തെ കാര്യത്തിനെ പറഞ്ഞൊരു വ്യക്തി ഇതിനെ തിരുത്തുകയാണ്. ഒന്നിയിൽ അവിടെ ഒന്നും സംസാരിക്കാതെ, ഒന്നും മിണ്ടാതെ, ഒരു കമൻറ്റും ഇടാതെ പോവുക, അതല്ലെങ്കിൽ അവരെ തിരുത്തുക എന്നൊരു സംഭവമാണ്. ഇതിലപ്പുറത്തേക്ക് അവിടെ ചിരിച്ച്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ ഒന്നും എനിക്ക് ആരാന്ന് പോലും അറിയില്ല എന്നുള്ളൊരു വാചകം തന്നെ സത്യത്തിൽ അതിൽ തന്നെ പോയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണെന്നുള്ളൊരു സംഭവത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. സീക്രട്ട് ഏജൻറ്റ് ആരെന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം തന്നെയാണ് ദിയ കൃഷ്ണ ആരെന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലൂടെ മാത്രം തിരിച്ചറിയപ്പെട്ട് പിന്നീട് ആയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിന് മുന്നൊന്നും ആർക്കും അത്ര വലിയ, എനിക്ക് ഈ ഒരു കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹാന മാത്രമാണ്. അവർ ഒരുപാട് മെച്യൂർഡായിട്ട് പെരുമാറുന്നൊരു പെൺകുട്ടിയാണ്. അവർക്ക് എങ്ങനെ എവിടെ ബിഹേവിയർ ചെയ്യണമെന്ന് അറിയാം, ആരടുത്ത് എങ്ങനെ പെരുമാറണമെന്നറിയാം, ആരെയും കളിയാക്കാത്ത രീതിക്ക് അല്ലെങ്കിൽ നോവിപ്പിക്കാത്ത രീതിക്ക് പെരുമാറാൻ നല്ല രീതിക്ക് അതൊരു കഴിവ് തന്നെയാണ്. അതൊരു വല്ലാത്തൊരു മെച്യൂർഡായിട്ടുള്ള ഒരു സ്റ്റേജാണതെന്ന് പറയുന്നത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഒരു കുടുംബത്തിൽ തന്നെ ജനിക്കുന്ന എല്ലാവർക്കും. പക്ഷേ ഇത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്. കാരണം ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അനന്തു ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ കുട്ടിയും ആ യൂട്യൂബറും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് മോശപ്പെട്ടതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് കാര്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ അതിനെ അത്തരത്തിൽ പറഞ്ഞ് ഭയങ്കര വിമർശനാത്മകമായിട്ട് പറഞ്ഞൊരു വ്യക്തിക്ക് രണ്ടാമത് നടന്ന കാര്യത്തിന്, കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് ഒരുപാട് സീക്രട്ട് ഏജൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് വ്യൂസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജസ് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കിറിവോ മറ്റേ ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം ഇവിടെ അങ്ങ് പോക്കിയതാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലുള്ള ആൾക്കാർ പിന്നീട് പോസിറ്റീവ് വൈബ് അഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അറ്റർലി ഫ്ലോപ്പ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അല്ല അപ്പുറത്തേക്ക് ഭയങ്കര നന്മ വരാൻ ചമയാൻ പോയിട്ട് പക്ഷെ അവിടെ കൊണ്ട് കളഞ്ഞു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നതേ മോശമാണ്. അത് യൂസ് ചെയ്ത വ്യക്തി അത് ഏതോ വിവരം കിട്ടൊരു സാധനമാണ്, അതിനകത്ത് പോയി ഇത്തരത്തിലുള്ള കമൻറ്റ് അല്ലെങ്കിൽ ഇത്ര ഇമോജീസൊക്കെ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ നിയമം തന്നെ വേണ്ട എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇത് തെറ്റാണെന്ന് പറയുന്നൊരു കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് ഒരു ഇതായിട്ട്, കാരണം ഇവരൊക്കെ വന്നിങ്ങനെ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ നമ്മൾ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നാണെന്നുള്ളൂ ഇവരൊക്കെ പറയുന്നത്, പൊതുവേ പറയുന്നത്. ഇവരൊക്കെ സമൂഹത്തിൽ എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് നടത്തുന്നു എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. ഇതാണോ ഇവർ നടത്തുന്ന ഇൻഫ്ലുവൻസ് എന്ന് നോക്കുന്ന സമയത്താണ് ഭയങ്കര ആശ്ചര്യം തോന്നി പോകുന്നത്, ഭയങ്കരമായിട്ട് അധപ്പതനം തോന്നി പോകുന്നതെന്ന് പറയുന്നത് സമൂഹത്തിൻ്റേതായിട്ടുള്ളത്. കാരണം കേക്ക് തേക്കുന്ന സമയത്ത് ഇത്രയും മോശകരമാണെന്ന് തോന്നിയ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് മോശമാണെന്നും അത് ആരെ യൂസ് ചെയ്യുന്നതാണെന്നും പോലും ആലോചിക്കാനോ ചിന്തിക്കാനോ ഉള്ള വിവരമില്ലാതായി. ഇനി വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അങ്ങനൊരു വേർഡിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല എന്ന് വേണമെങ്കിൽ മേബി പറഞ്ഞു വയ്ക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള കാര്യം ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നന്മമരം ചമയാൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പറയുന്ന സമയത്ത് ചില സമയത്ത് അതങ്ങനെ അല്ലെങ്കിൽ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു പോകുന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. പച്ച പരമാർത്ഥം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നതെങ്കിൽ പിന്നെ ഇതിൽ വരാതിരിക്കുക എന്നൊരു സംഭവമാണ്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. സായി എടുത്ത് ഒരുപാട് നെഗറ്റീവ് ഇമേജ്, കാരണം സായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആ ഒരു സംഭവം വെച്ചിട്ട് ഒരുപക്ഷെ ഇവിടെ പോസിറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പറഞ്ഞ നന്നായി ഇങ്ങനെ തന്നെ അവന് കൊടുക്കണമെന്നൊരു സംഭവം. പക്ഷേ നമ്മൾ മാനുഷികപരമായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത്, നിയമപരമായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതെന്ന് പറയുന്നത്.